ഹായ്, ഒരു പുതിയ ന്യൂസ് പേപ്പറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുന്നത് മമത റൂൾസ് ഔട്ട് ലോക്സഭ ഇലക്ഷൻ അലയൻസ് വിത്ത് കോൺഗ്രസ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്നാണ്. ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ NDA അലയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെട്ട അലയൻസ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് ഇന്ത്യ. ആ ഇന്ത്യ അലയൻസ് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ ഉള്ള കുറെ പാർട്ടികൾ മോഡിയെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫോം ചെയ്യപ്പെട്ടതാണ്. അതിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഐഡിയോളജിക്കലിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒന്നും പരസ്പരം ചേരാൻ പറ്റാത്ത, കോൺഗ്രസിനോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രം ഫോം ചെയ്യപ്പെട്ട കുറെ പാർട്ടികളുണ്ട്. അപ്പൊ അവർക്ക് കോൺഗ്രസിനോട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ്. പക്ഷെ സ്റ്റിൽ അവർ എങ്ങനെയെങ്കിലും സെൻട്രലിൽ അധികാരം പിടിക്കാനുള്ള ലക്ഷ്യത്തോടെ ഇത് ഫോം ചെയ്തു. പക്ഷേ അത് ഇപ്പോ കുറച്ച് പ്രശ്നങ്ങളിലാണെന്ന് ഈ ന്യൂസിൽ നിന്ന് മനസ്സിലാവും. മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസുമായിട്ട് യാതൊരു സഖ്യവും പറ്റില്ല എന്ന് ഇന്നലെ അനൗൺസ് ചെയ്തതിന് പുറകെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ കോൺഗ്രസുമായി അണ്ടർസ്റ്റാൻഡിങ്ങിന് റെഡി അല്ല എന്നും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പഞ്ചാബില് അതിനുവേണ്ടി ഒരു അലയൻസിനും റെഡി അല്ല എന്ന് ഡിക്ലെയർ ചെയ്തത് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററായ ഭഗവത് മാൻ. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോ ഇന്ത്യ സഖ്യത്തിനകത്ത് ഉള്ളെടുത്തിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമാണ്, നമുക്ക് വലിയ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ന്യൂസിൽ പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ടുള്ളതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അവിടെ തന്നെ മറ്റൊരു ന്യൂസ് കാണാം. റഷ്യൻ പ്ലെയിൻ വിത്ത് 65 POWs ക്രാഷസ്, മോസ്കോ സേസ് യുക്രൈൻ ഷോട്ട് ഇറ്റ് ഡൗൺ എന്നാണ്. അത് ഈ വാർ പ്രിസണേഴ്സിനെയും കൊണ്ട്, ഈ POW എന്ന് ഉദ്ദേശിക്കുന്ന വാർ പ്രിസണേഴ്സ് ആണ്, അവരെയും കൊണ്ട് യുദ്ധ തടവുകാരെയും കൊണ്ട് പോയ, അതിന് മൊത്തം ഈ യുദ്ധ തടവുകാരും വാർ പ്രിസണേഴ്സും യുക്രൈൻകാരായ പട്ടാളക്കാരായിരുന്നു. പക്ഷേ ആ ഒരു എയർക്രാഫ്റ്റ് റഷ്യൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് യുക്രൈൻ അതിനെ മനഃപൂർവ്വം വെടിവെച്ചിട്ട് ഇവരെല്ലാരെയും കൊന്നുകളഞ്ഞു എന്നാണ് റഷ്യയുടെ ആരോപണം. എന്തായാലും യുക്രൈൻ റഷ്യ വാർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയർ ഫ്യൂച്ചറുള്ള എൻഡ് ഒന്നും കാണാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഇത്തരത്തിലുള്ള ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് നടക്കുമ്പോൾ വേൾഡിൽ അത് ഇടപെടാനോ അതിനെ സോൾവ് ചെയ്യാനോ പറ്റുന്നില്ല. ഇവിടുത്തെ വൻ ശക്തി രാഷ്ട്രങ്ങളായ US-നോ ചൈനയ്ക്കോ അൾട്ടിമേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വേൾഡിലൊരു ഇനിയൊരു വാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യപ്പെട്ട UN ഈസ് ജസ്റ്റ് എ സ്പെക്ടേറ്റർ ഇൻ ഓൾ ദീസ് ഗ്ലോബൽ പ്രോബ്ലംസ്. ഈ ഇസ്രായേൽ ഹമാസ് വാർ എടുത്താലും എല്ലാം UN എന്തിനാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു നെയിം സേക്കിന് വേണ്ടി മാത്രം ഒരു ഓർഗനൈസേഷൻ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് നടക്കുന്നു. പിന്നെ ട്രംപ് വിൻസ് ന്യൂ ഹാംപ്ഷയർ പ്രൈമറി എന്ന് പറയുന്ന ഒരു ന്യൂസ്. ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടുത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള എല്ലാത്തിലും വൻ വിജയമാണ് അദ്ദേഹത്തിന്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുതിയ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്കുള്ള കാൻഡിഡേറ്റ് ഓൾമോസ്റ്റ് 99% ട്രംപ് തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെ ട്രംപ് ആയാൽ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയും ജോയ് ബൈഡനെ പരാജയപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരിച്ചു വന്നേക്കാം. ടെലികോം ആക്ട് വിൽ ഹോൾഡ് ഗുഡ് ഫോർ മെനി ഇയേഴ്സ്. അതിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ പാസ്സാക്കിയ ടെലികോം ആക്ട് 2000 ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ബന്ധപ്പെടുത്തി ഇന്ത്യയുടെ IT ആൻഡ് ടെലികോം മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ഹിന്ദുവിന് ഇന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിന് ടെലികോം ആൻഡ് IT മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്, അതിനെ കുറിച്ചാണ് ഈ ദ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 എന്ന് പറയുന്ന ആക്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അശ്വിനി വൈഷ്ണവുമായിട്ടുള്ള ഈ ഇന്റർവ്യൂവിൽ ഹിന്ദു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അത് കഴിഞ്ഞപ്പോ ഹിന്ദി ഗോട്ട് എ ന്യൂ ലൈഫ് ഡ്യൂ ടു കർപ്പൂരി താക്കൂർ ഷാ എന്നൊരു ന്യൂസ് കാണാം. കർപ്പൂരി താക്കൂർ നിങ്ങൾ എല്ലാവരും ഇത്രയും കാലം കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപാട് കേട്ടിട്ടുള്ള പേര് തന്നെയാണ് ഈ പേര്. പക്ഷെ നമ്മൾക്കൊന്നും അത്രയും, നമ്മൾക്ക് മീൻസ് ഇത് കാണുന്ന നിങ്ങൾ കൂടുതൽ പേരും സ്റ്റുഡൻസ് ആയിരിക്കും. പലർക്കും ഈ പൊളിറ്റിക്സിൽ നിന്ന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കർപ്പൂരി താക്കൂർ എന്നുള്ള പേരൊന്നും അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കാം. മരിച്ചിട്ട് തന്നെ ഏതാണ്ട് 30 years ആയി. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ. 2 തവണ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. 2 തവണയും 1-2 വർഷമൊക്കെ അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം EBCസിന്റെ ഒരു കരുത്തനായ നേതാവായിരുന്നു. EBC മീൻസ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ്. OBCസിൽ തന്നെ വീണ്ടും ഒരു സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്നത്. അതിന്റെ കരുത്തനായ ഒരു ലീഡർ ആയിരുന്നു ബീഹാറുകാരനായ കർപ്പൂരി താക്കൂർ. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ബീഹാറിലെ ലോക്സഭാ സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആഫ്റ്റർ UP a large number of seats are coming from Bihar. So all political parties are vying
for getting votes from different caste groups like OBCs, upper caste, EBCs, SCs, STs, and all. So this Karpuri Thakur was the tallest EBC leader from Bihar. അപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത് സെന്റിനറി ഇയർ ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡ് അതിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ തേജസ്വി യാദവിന്റെ പാർട്ടിയായ RJD ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അവിടുത്തെ ബീഹാറിലെ ഏറ്റവും വലിയ ഡോമിനന്റ് ആയിട്ടുള്ള വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായ BJP ഭരിക്കുന്നുണ്ട്. BJP ശ്രമിക്കുന്നുണ്ട്. BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മിനിഞ്ഞാന്ന് ഇന്ത്യ ഗവൺമെന്റ് കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുത്തു. ഭാരതരത്ന വളരെ റെയറായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു ഓണറാണ്. കഴിഞ്ഞ 2-3 വർഷം ആർക്കും അനൗൺസ് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുത്തുകൊണ്ട് BJP ബീഹാറിലെ EBC വോട്ടുകൾ, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസിന്റെ വോട്ടുകൾ നേടാൻ ശ്രമിക്കുകയാണ്. ഞാൻ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ന്യൂസ് പറഞ്ഞേ ഉള്ളൂ. പഠിക്കണം കർപ്പൂരി താക്കൂർ, എക്സാമിന് ചോദിക്കാം. ഈ വർഷം ഭാരതരത്ന കിട്ടിയ ഇന്ത്യക്കാരൻ കർപ്പൂരി താക്കൂർ മാത്രമാണ്, ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ. ഇത്രയാണ് ആ പേജിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജില് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. റിപ്പബ്ലിക് ഡേ നമുക്കറിയാം, നാളെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്. അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ അകത്ത പേജുകളിലേക്കുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ഫുള്ളി അണ്ടർ ടൈറ്റ് ആൻഡ് ഫുൾ പ്രൂഫ് സെക്യൂരിറ്റിയിലാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെന്താണ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഒന്നും അല്ല, കറപ്ഷൻ കേസുകളെ കുറിച്ചുള്ള ന്യൂസുകളാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ചണ്ഡീഗഡിൽ നടക്കാൻ പോണ ഇലക്ഷനെ കുറിച്ചൊക്കെ ന്യൂസ്. ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ 2 സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലാണ്. ചണ്ഡീഗഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ് ആൻഡ് ഓൾസോ ഹരിയാന. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ഓണർഷിപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാപിറ്റലിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. അപ്പൊ അത് ഹരിയാനക്കാർക്കും പഞ്ചാബുകാർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാവും യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്. അപ്പൊ യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ കംസ് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അവിടെ ചണ്ഡീഗഡിൽ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ മേയറൊക്കെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷൻ നടക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ഓക്കെ, പിന്നെ പിന്നീട് അവിടുത്തെ മുകളിലത്തെ കാര്യങ്ങൾ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് യൂണിയൻ ഗവൺമെന്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ജല്ലിക്കട്ട് അറ്റ് സുപ്രീം കോർട്ട് ഹിയറിംഗ് സെയ്സ് തമിഴ്നാടു CM. അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ജല്ലിക്കട്ട് എന്ന് പറയുന്ന സംഭവം തമിഴ്നാട്ടിൽ ബാൻ ചെയ്തു. സുപ്രീം കോടതി ബാൻ ചെയ്തപ്പോൾ 2014 എന്റെ ഓർമ്മ ബാൻ ചെയ്തപ്പോ തമിഴ്നാട് ഗവൺമെന്റ് ഈ സുപ്രീം കോടതിയിലെ ബാനിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന് സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് തമിഴ്നാട്ടിൽ ഇപ്പൊ അത് നടപ്പാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിൽ ജല്ലിക്കെട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ സ്റ്റാലിൻ ചീഫ് മിനിസ്റ്റർ അങ്ങനെയാണ് ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും അതല്ല നമ്മൾ ഇവിടുത്തെ ന്യൂസ്. ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഡെവലപ്മെന്റ് ഇന്നലെ ഉണ്ടായി. ഈ കൊളോസിയത്തിന്റെയൊക്കെ മോഡലില് തമിഴ്നാടില് ഒരു ജല്ലിക്കെട്ട് അരീന ഉണ്ടാക്കി. അതിന്റെ പേര് കലൈഞ്ചർ സെന്റിനറി എരുത്തഴുതൽ അരീന എന്നാണ്. അതാ പേരൊക്കെ നിങ്ങൾ പഠിച്ചോളണം. സെന്റിനറി എരുത്തഴവുതൽ അരീന. ഇത് ഈ ജല്ലിക്കെട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മധുരയിലെ അലങ്കനല്ലൂരാണ്. മധുരയിലാണല്ലോ, മധുരയിലെ അതിന്റെ അഡ്ജോയിനിങ് ഏരിയസിലാണ് ഏറ്റവും കൂടുതൽ ജല്ലിക്കെട്ട് മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ അലങ്കനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ജല്ലിക്കെട്ടിന് ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കലൈഞ്ചർ കരുണാനിധിയുടെ പേരിലുള്ള ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജല്ലിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്റ്റേഡിയമാണ്. അങ്ങനെ ഒരു സ്റ്റേഡിയം ഫോമിലൊന്നും അങ്ങനെ ജല്ലിക്കെട്ട് അരീനാസ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. താൽക്കാലിക സ്ഥലങ്ങളിലേക്കാണ് സാധാരണ നടക്കുന്നത്. ഏതാണ്ട് 62 crores സ്പെൻഡ് ചെയ്താണ് അവർ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ന്യൂസ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ കർപ്പൂരി താക്കൂറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അവിടെയും കാണാം.
അതായത് കർപ്പൂരി താക്കൂറിന്റെ ബർത്ത് സെന്റിനറി ആയിരുന്നു. അപ്പോഴാണ് ഈ നമ്മളുടെ ഭാരതരത്ന അദ്ദേഹത്തിന് കിട്ടിയെന്നൊക്കെ നിങ്ങളുടെ പറഞ്ഞായിരുന്നു ഉണ്ടോ. ഇത് ഈ ന്യൂസ് അതിനെ കുറിച്ചാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഷുഡ് SFIO പ്രോബ് കൊച്ചി ഫേംസ് ഡീലിംഗ്സ് HCR സെന്റർ. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറപ്ഷൻ കേസ് ആണ്. SFIO എന്താണെന്ന് അറിഞ്ഞിരിക്കുക. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. SFIO എന്താണ്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. കറപ്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അന്വേഷണം, ഫിനാൻഷ്യൽ ഫ്രോഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള ഒരു സ്ഥാപനമാണ് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ രേവന്ത് റെഡ്ഡി, ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ന്യൂസ്. അദ്ദേഹത്തിനെ കുറിച്ചല്ല, ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് തെലങ്കാന. ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ അല്ല, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയിൽ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അതിനപ്പുറം അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. നമുക്ക് ആ എഡിറ്റോറിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഡേഞ്ചറസ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. അത് മണിപ്പൂരിനെ കുറിച്ച് എന്തുമാത്രം സംസാരിച്ചിരിക്കുന്നു അത് തന്നെയാണ് വീണ്ടും എഴുതി വെച്ചേക്കുന്നത്. അതിനപ്പുറം അവിടെ ഒന്നും പറയാനില്ല. ഏതാണ്ട് 8 months കഴിഞ്ഞു മണിപ്പൂരിലെ കുക്കി കമ്മ്യൂണിറ്റിയും മെയ്റ്റി കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള കലാപം സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ റയറ്റിങ്ങിന് കാരണമായ സംഭവം മെയിനായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് മണിപ്പൂരിലെ ഹൈക്കോർട്ട് അവിടെ മെയ്റ്റി കമ്മ്യൂണിറ്റിക്കും കൂടെ ST സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കാര്യം ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഓർഡർ ഇട്ടിരുന്നു. ഇപ്പൊ അവിടുത്തെ കുക്കി കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ST സ്റ്റാറ്റസ് ഉള്ളത്. ഇതിൽ കുക്കി കമ്മ്യൂണിറ്റീസ് പ്രകോപിതരാകുകയും അവർ അവിടെ പ്രകടനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അവിടെയാണ് അക്രമങ്ങളുടെ തുടക്കം. പക്ഷെ പിന്നീട് കേന്ദ്ര സേനകൾ ഇറങ്ങിയിട്ട് പോലും, ആസാം റൈഫിൾസ് ഒക്കെ പോലുള്ള പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഇറങ്ങിയിട്ട് പോലും ഇന്നും ഈ മണിപ്പൂരിലെ കലാപബാധിതമായ പ്രദേശങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു. ഈ 2 കമ്മ്യൂണിറ്റീസിന്റെയും ഇടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റീകൺസിലിയേഷൻ എഫേർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ അവിടുത്തെ കുക്കി കമ്മ്യൂണിറ്റി റെഡിയല്ല. കാര്യം പുള്ളി മെയ്റ്റി വിഭാഗക്കാരനാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, അതായത് ഹിൽ ഏരിയാസ്, അവിടെയാണ് കുക്കി കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരുള്ളത്. അപ്പം ആ ഹിൽ ഏരിയയിൽ അവിടുത്തെ സ്റ്റേറ്റിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പൊ അതിനൊരു മാറ്റവുമില്ല, തുടർന്നു പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ സ്റ്റാറ്റസ് കോ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് അതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ N. ബീരേൻ സിംഗ് ആണ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ N. ബീരേൻ സിംഗ് ആണ്. അതിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ ചോപ്പി വാട്ടേഴ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് മാൽദീവ്സും ഇന്ത്യയും തമ്മിലുള്ള പ്രോബ്ലംസ് തുടങ്ങിയത് എപ്പോഴാണെന്ന് നമുക്കറിയാം. മുഹമ്മദ് മൊയ്സു മാൽദീവ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പലതവണ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ചൈനയുടെ ഒരു ഇന്ത്യ പൊതുവെ കരുതുന്നത് അതൊരു സ്പൈ ഷിപ്പാണെന്നാണ്, ചാര പ്രവർത്തനത്തിനുള്ള ഷിപ്പാണെന്നാണ്, റിസർച്ച് ഷിപ്പ് എന്നാണ് ചൈന പറയുന്നത്. റിസർച്ച് നടത്താൻ വേണ്ടിയുള്ള ഷിപ്പ് എന്നാണ് അവർ പറയുന്നത്. സിയാങ് യാങ് ഹോ 03 എന്ന് പറയുന്ന ഒരു ഷിപ്പ് മാൽദീവ്സിലേക്ക് വരുന്നു. മാൽദീവ്സിലേക്ക് വരുമ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മാൽദീവ്സിലെത്തും. ഇതേപോലൊരു പ്രോബ്ലം ഇന്ത്യക്ക് ശ്രീലങ്കയുമായിട്ടുണ്ടായിരുന്നു. ശ്രീലങ്ക ഇന്ത്യയോട് അടുത്തതിനേക്കാളും കൂടുതൽ ചൈനയോട് അടുത്തിട്ട് ചൈനയ്ക്ക് ഒരു പോർട്ടൊക്കെ ഉണ്ടാക്കാൻ കൊടുത്തു. ഹമ്പൻഡോട്ട എന്ന് പറയുന്ന പോർട്ടൊക്കെ ഇന്ത്യ പിന്നെ രാമേശ്വരത്തിനോട് അടുത്താണ് ആ പോർട്ട് വരുന്നത്. അപ്പൊ ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ചൈനയുടെ ഇത്തരത്തിലുള്ള ഒരു പോർട്ട് ഡെവലപ്മെന്റ് ശ്രീലങ്കയിൽ. എന്നിട്ട് അത് കേൾക്കാതെ അവർ ചെയ്തത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ശ്രീലങ്കക്കാർ ചൈനീസ് ഡെറ്റ് ട്രാപ്പിലാവുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് മാൽദീവ്സിന് സംഭവിക്കാൻ പോകണമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം ഇപ്പോൾ തന്നെ മാൽദീവ്സ് ഈസ് അണ്ടർ ഹെവി ഡെറ്റ് ബർഡൻ. ഞാൻ പറഞ്ഞു ഹെവി ഡെറ്റ് ബർഡനിലാണ് മാൽദീവ്സ്. ദ ബിഗ്ഗസ്റ്റ് ചങ്ക് ഓഫ് ദാറ്റ് ബർഡൻ ഈസ് ചൈനീസ്. അതായത് അവർ കൊടുത്തു തീർക്കാനുള്ള പണം ഏറ്റവും കൂടുതൽ ചൈനക്കാർക്കാണ്. ഏതാണ്ട് 40% അവരുടെ എക്സ്റ്റേണൽ ഡെറ്റും ചൈനയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എന്തായാലും ഇപ്പോൾ
ഈ ശ്രീലങ്കയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ റിസർച്ച് ഷിപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ട് ചാരപ്രവർത്തനത്തിലുള്ള ഷിപ്പുകൾ വരുമായിരുന്നു. അവസാനം ഇന്ത്യ ഇപ്പൊ ശ്രീലങ്കയ്ക്ക് ഒരു പ്രോബ്ലം വന്നപ്പോൾ ഇന്ത്യ മാത്രമേ ഉള്ളായിരുന്നു ശ്രീലങ്കയെ സഹായിക്കാൻ. അതുകൊണ്ട് ശ്രീലങ്കക്കാർക്ക് ഇപ്പൊ ഇന്ത്യ പറയുന്ന കേട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ശ്രീലങ്കക്കാര് ചൈനീസ് ഷിപ്പുകൾ ഇവിടെ വരുന്നതിന് മൊറട്ടോറിയം ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് ഇപ്പൊ ചൈനീസ് ഷിപ്പുകൾ അവിടെ വരാത്തത്, ഇത്തരത്തിലുള്ള ഷിപ്പുകൾ. അപ്പൊ അതിന് പകരമാണ് അവർ ഇന്ത്യയെ നിരീക്ഷിക്കാൻ വേണ്ടി മാൽദീവ്സിനെ കൂട്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ മാൽദീവ്സുകാരന്മാര് ഇത് അനുവദിച്ചു, ഷിപ്പ് വന്നോണ്ടിരിക്കുക. പക്ഷെ ഇന്ത്യ അതിന്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇപ്പൊ അവർ പറയുന്നു ഒരു റിസർച്ച് ആക്ടിവിറ്റീസും ചൈനീസ് റിസർച്ച് ഷിപ്പ് ഈസ് നോട്ട് ഗോയിങ് ടു കണ്ടക്ട് എനി കൈൻഡ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ മാൽദീവ്സ് ഏരിയ, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ പോർട്ട് കോൾ എന്നാ പറഞ്ഞത്. പോർട്ട് കോൾ, ഒരു കോർട്ടസി കോൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ജസ്റ്റ് എ പോർട്ട് കോൾ എന്നാ പറഞ്ഞേക്കുന്നത്, അതിനപ്പുറം ഒന്നും ഇല്ല എന്നാ. പക്ഷെ സ്റ്റിൽ ഇത് ഇന്ത്യക്ക് ഒരു തലവേദനയാണ്. ഈ ഒരു പ്രോബ്ലം, മാൽദീവ്സുമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാതിരുന്നാൽ ഇത്തരത്തിലുള്ള കുറെ പ്രോബ്ലംസ് ഇന്ത്യക്ക് ഉണ്ടാവും. അത് ഇന്ത്യൻ ഓഷൻ റീജിയനിലും ഒക്കെ ചൈനയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആവുന്നു. ചൈനയുടെ നേവിയുടെ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ ഷിപ്പുകളൊക്കെ ഉള്ള, ഈവൻ US-നെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നേവൽ ഷിപ്പുകളൊക്കെ ഉള്ള ഒരു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് നേവൽ ഫോഴ്സ് ആയിട്ട് ചൈന ലോകത്ത് വളരുന്നു. പക്ഷെ അത് ഇന്ത്യക്ക് മാത്രമല്ല തലവേദന. ഇന്ത്യയുടെ വിസിനിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ഒരു ഹെഡേക്ക് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ US ലൈക്ക് മേജർ പവേഴ്സ് ഓൾസോ. അതാണ് ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ്. സോ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരത്തില്ല ഈ പ്രശ്നങ്ങൾ. ഇന്ത്യ കൂടെ പൊരുതാൻ മേജർ പവേഴ്സ് എല്ലാവരും കാണും. കാര്യം എന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടുകളൊക്കെ പലതും കടന്നു പോകുന്ന ചൈന ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ഓഷൻ റീജിയനിലും സൗത്ത് ചൈന സീയിലും കൂടെയൊക്കെയാണ്. സോ ഇൻഡോ പസഫിക് റീജിയൻ, എൻറ്റയർ ഇൻഡോ പസഫിക് റീജിയൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ദ ഡോമിനന്റ് പവേഴ്സ് ഇൻ ദ വേൾഡ്. അതല്ലാതെ ഇന്ത്യയുടെ മാത്രം ഹെഡേക്ക് അല്ലാതെ. അപ്പൊ ഇതാണ് ഇന്ത്യക്ക് ഇതിലുള്ള ഒരു ഗുണം. ഇന്ത്യ അവരോട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മറ്റു രാജ്യങ്ങളോട് കൂടെ ചേർന്ന്. അപ്പൊ എന്തായാലും ചോപ്പി വാട്ടേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇതിനെക്കുറിച്ചൊക്കെ മാൽദീവ്സ് ഇന്ത്യയിലുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച്, ചൈനയുടെ ചില ഡിസൈൻസിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ഇത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെയാണ് ആ പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഇന്ത്യ എടുത്തൊരു ഡിസിഷനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. റീകൺസിഡറിംഗ് ദ ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്ന ന്യൂസ്. റീകൺസിഡറിംഗ് ദ ഫ്രീ മൂവ്മെന്റ് റെജിം. ഫ്രീ മൂവ്മെന്റ് റെജിം അല്ലെങ്കിൽ FMR. വാട്ട് ഈസ് FMR അല്ലെങ്കിൽ ഫ്രീ മൂവ്മെന്റ് റെജിം? അത് ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള ഒരു സംഭവമാണ്. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ 2018 എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഡിസിഷൻ എടുത്തു. അതായത് ഇന്ത്യക്ക് മ്യാൻമറുമായിട്ട് ഒരു വലിയ ബോർഡർ ഉണ്ട്. ആ ബോർഡറിംഗ് ഏരിയയില് ഇവിടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം. 16 കിലോമീറ്റർ. The FMR allows people living on either side of the border to travel up to 16 kilometers inside each other's country without a visa. മ്യാൻമറുകാർക്കും ഇന്ത്യക്കാർക്കും ആ ബോർഡറിലാണ് താമസിക്കുന്നതെങ്കിൽ വിസ ഇല്ലാതെ 16 കിലോമീറ്റർ ദൂരം വരെ ഇന്ത്യക്കാർക്ക് മ്യാൻമറിന്റെ അകത്തോട്ടും മ്യാൻമറുകാർക്ക് ഇന്ത്യക്കകത്തോട്ടും വരാൻ പറ്റും. എത്ര കിലോമീറ്റർ? അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് 16 കിലോമീറ്റർ ത്രെഷോൾഡ് they have to obtain a valid visa from the respective governments. Okay. Up to 16 kilometers they can freely move. അതിനെയാണ് ഈ പറഞ്ഞ ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാർ ഈ പല എത്നിക് ഗ്രൂപ്പുകളും പരസ്പരം പണ്ടേ ഫാമിലി റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഇവരുടെ അപ്പനും അമ്മയൊക്കെ അപ്പുറ സൈഡിലായിരിക്കും താമസിക്കുന്നത്. ഇപ്പൊ ഈ കുക്കീസോ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മ്യാൻമറിൽ ആണ് അവരുടെ പല റിലേറ്റീവ്സും അവരുടെ ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് അനുവദിച്ചത്. പക്ഷെ ഇത് വലിയൊരു പ്രോബ്ലമായി. ഇന്ത്യക്ക് വലിയ ഇന്റേണൽ സെക്യൂരിറ്റി ഹെഡേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്നത് എന്ന് ഹോം മിനിസ്ട്രിക്ക് മനസ്സിലായി. മണിപ്പൂരിലെ പ്രോബ്ലംസിൽ പോലും പലപ്പോഴും ഈ ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് കടന്നു വരുന്ന ഈ സോ കമ്മ്യൂണിറ്റിയിലൊക്കെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള പല ആൾക്കാരും ഇവരുടെ ഈ ആംഡ് കോൺഫ്ലിക്ട്സിൽ ഇന്ത്യക്കകത്തുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് FMR സ്റ്റോപ്പ് ചെയ്യാൻ പോയാണ് ഫ്രീ മൂവ്മെന്റ് റെജിം. എന്നിട്ട് കംപ്ലീറ്റ്ലി മണിപ്പൂർ ബോർഡറിനെ അല്ല, മ്യാൻമർ ബോർഡറിനെ ഫെൻസ് ചെയ്യാൻ പോയാണെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചേക്കുന്നത്. അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ആൻ ഓവർവ്യൂ ഓഫ് ദ 4th നാഷണൽ ഇലക്ഷൻസ് ഓഫ് ഭൂട്ടാൻ എന്ന് പറയുന്നൊരു ന്യൂസ് കാണാം.
ഈ ഭൂട്ടാനിൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയുടെ ബോർഡറിലുള്ള നേഷൻസിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഭൂട്ടാനും വേറൊന്ന് ബംഗ്ലാദേശും ആയിരിക്കും. ഇതില് ഭൂട്ടാനിലും ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, ബംഗ്ലാദേശിലും ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. ബംഗ്ലാദേശിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ, അവിടെ ഇരുന്ന പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷെയ്ഖ് ഹസീന. ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാല് ഷെറിംഗ് തോബ്ഗെ ആണ്. അത് പഴയ പ്രൈം മിനിസ്റ്റർ ആണ്, പക്ഷെ തൊട്ടു മുമ്പിരുന്ന ആളല്ല, കുറച്ചു കാലം മുമ്പിരുന്നതാണ് അദ്ദേഹം. ഷെറിംഗ് TSHERING, ഷെറിംഗ് തോബ്ഗെ, TOBGAY, ഷെറിംഗ് തോബ്ഗെ. ഇനി അത്രയാണ് അവിടെ പറയാനുള്ളത്. ആ ഇലക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ കാണാം. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ പ്രോബ്ലംസ് ഈ ആസാം ഏരിയയിലൊക്കെ വെച്ചുണ്ടാവുന്നു. വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി വിൽ ബി അറസ്റ്റഡ് ആഫ്റ്റർ ദ ലോക്സഭ ഇലക്ഷൻസ് എന്നാണ് ഹിമാന്ത ബിശ്വ ശർമ്മ, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം, വാൺ ചെയ്തിരിക്കുന്നത്. അത് വേറൊന്നും അവിടെ പറയാനില്ല. ഇങ്ങനെയുള്ള കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ. കാസിരംഗ എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ കാണാം. കാസിരംഗ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പ്രദേശമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അത് എന്തുകൊണ്ടാണ് ഫേമസ് നമുക്കറിയാം. വൺ ഹോണ്ട് റൈനോസിന്റെ ഹാബിറ്റാറ്റ് ആണ് ഈ പറഞ്ഞ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ ആസാമില. പിന്നീട് കോർട്ട് ടെൽസ് ASI ടു മേക്ക് ഗ്യാൻവാബി റിപ്പോർട്ട് പബ്ലിക് എന്ന ന്യൂസ് കാണാം. ഇത് പലതവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഗ്യാൻവാബി മോസ്ക് എന്ന് പറഞ്ഞാൽ കാശി വിശ്വനാഥ് ടെമ്പിളിനോട് അടുത്തിരിക്കുന്ന വാരണാസിയിലെ ഒരു മോസ്ക് ആണ് ഗ്യാൻവാബി മോസ്ക്. അവിടെ ഹിന്ദു ഡയറ്റീസിനെ ആരാധിക്കുന്നുണ്ട്, അതിനകത്ത് ഹിന്ദുക്കൾ. അപ്പം അവര് അത് വർഷം മുഴുവൻ ആരാധനയ്ക്ക് തുറന്നു കൊടുക്കണം എന്നൊക്കെയുള്ള പേരിലാണ് ഈ കേസൊക്കെ ആവുന്നത്. അപ്പൊ അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രസൻസിനും ഈ ഗ്യാൻവാബി മോസ്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ സർവേ നടത്തി. അതിന്റെ റിപ്പോർട്ട് പബ്ലിക് ആക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ASI എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഗ്യാൻവാബി മോസ്കീസ് ഇൻ വാരണാസി എന്ന് അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോ ഇത് മൊത്തം കർപ്പൂരി താക്കൂറിനെ കുറിച്ചാണ്. കർപ്പൂരി താക്കൂർ ഗേവ് ന്യൂ ലൈഫ് ടു ഹിന്ദി ഷാ. കോൺഗ്രസ് വെൽക്കം ഭാരത് രത്ന. അത് കർപ്പൂരി താക്കൂറിനാണ് ഇപ്പൊ ഭാരത് രത്ന കൊടുത്തത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് വെച്ച് 6 പേർക്കാണ് ഭാരത് രത്ന കൊടുത്തത്. ആ 6 പേരുടെയും പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന 10 വർഷം 3 പേർക്കാണ് ഭാരതരത്ന കൊടുത്തത്. ഇപ്പൊ ഇവര് 6 പേർക്ക് ഭാരതരത്ന കൊടുത്തു. ഈ ഭാരതരത്ന കൊടുത്തതിൽ 3 പേര് മോഡിയുടെ തന്നെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കൽ മെന്ററായ RSSന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ആണ്. ബാക്കി 3 പേര് BJP ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു. പഴയ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി BJPയുടെ ലീഡർ ആയിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU അതിന്റെ ഫൗണ്ടർ മദൻ മോഹൻ മാളവ്യ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, അദ്ദേഹത്തിന് കൊടുത്തു. അതുപോലെ RSSന്റെ ഭയങ്കര ഒരു ഐഡിയോലോഗായിരുന്ന നാനാജി ദേശ്മുഖിന് കൊടുത്തു. നാനാജി ദേശ്മുഖ്. ഇവർക്ക് 3 പേർക്കുമാണ് BJP അല്ലെങ്കിൽ സംഘ് പരിവാർ ആശയങ്ങൾ പിന്തുടരുന്ന 3 പേർക്ക് കൊടുത്തത്. വാജ്പേയിക്ക് മദൻ മോഹൻ മാളവ്യക്ക്, നാനാജി ദേശ്മുഖിന്. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, മോഡിയുടെ ഫസ്റ്റ് ടേമിലാണ്. സെക്കൻഡ് ടേമിൽ കൊടുത്ത ഒരാളാണ് ഭൂപേൻ ഹസാരിക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ആസാംകാരനായ നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരൻ ഭൂപേൻ ഹസാരിക. പിന്നെ കൊടുത്തത് അത് ആർക്കാണെന്ന് വെച്ചാല് പ്രണബ് മുഖർജി. ഇവരൊന്നും BJPക്കാരല്ല. പ്രണബ് മുഖർജി കോൺഗ്രസിന്റെ വലിയ ലീഡറും ഇന്ത്യയുടെ പഴയ പ്രസിഡന്റും ആയിരുന്നു. ഇപ്പൊ എന്താ കർപ്പൂരി താക്കൂർ എഗെയിൻ ജനതാ പാർട്ടിക്കാരനാണെന്നാണ് എന്റെ ഓർമ്മ. BJPക്കാരനൊന്നും അല്ലായിരുന്നു കർപ്പൂരി താക്കൂർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാം. അശ്വിനി വൈഷ്ണവും ആയിട്ടുള്ള ആ ഇന്റർവ്യൂ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇന്റർവ്യൂ, ബട്ട് ഇറ്റ്സ് എ വെരി ഇൻഫർമേറ്റീവ് ഇന്റർവ്യൂ ബിക്കോസ് ഇറ്റ് ഈസ് മെയിൻലി അബൌട്ട് ദ ന്യൂ ടെലികോം ആക്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ട്സ് ഒക്കെയാണ് ഹിന്ദുവിന്റെ ജേർണലിസ്റ്റ് പുള്ളിയോട് ചോദിച്ചേക്കുന്ന മിനിസ്റ്ററോട്. ഓക്കെ, പിന്നെന്താ പൊളിറ്റിക്കൽ ന്യൂസുകളാണ് ഇവിടെ കൂടുതലും. ഓക്കെ, വേറെ ന്യൂസുകളൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം.
നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ടോപ്പ് കോർട്ട് ഗെറ്റ്സ് ന്യൂ ജഡ്ജ് ടു ഫംഗ്ഷൻ വിത്ത് ഫുൾ സ്ട്രെങ്ത്. ടോപ്പ് കോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇന്ത്യ ഹാസ് ഓൺലി വൺ ടോപ്പ് കോർട്ട്, that is Supreme Court of India. So Supreme Court of India was not functioning under full strength. So what is the full strength of Supreme Court of India? Including Chief Justice of India, 34 judges should be there in the Supreme Court. Then only it will function as a full strength court. Okay. So 34 judges ആണ് അവരുടെ സാങ്ഷൻ സ്ട്രെങ്ത്. അതില് ഒന്ന് രണ്ട് പേര് റിട്ടയർ ആയി, പകരം ആള് വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും വന്നു. ഇപ്പൊ ഇന്നലെ ജസ്റ്റിസ് പ്രസന്ന ബി വരളെ എന്ന് പറയുന്ന ഒരാളിനെ കൂടെ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തതോടുകൂടി ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. സോ എക്സാംസിനൊക്കെ ചോദിക്കാം, വാട്ട് ഈസ് ദ ഫുൾ സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? 34 ജഡ്ജസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് ദ ഫുൾ സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ അതറിഞ്ഞിരിക്കുക. പിന്നീട് ചീറ്റ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ചീറ്റ നമുക്കറിയാം, പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് കുനോ നാഷണൽ പാർക്കില് ഇന്ത്യ നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഏതാണ്ട് 20ഓളം ചീറ്റാസിനെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. ചീറ്റകളിൽ ചിലതൊക്കെ ചത്തുപോയെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ത്യയുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്, എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഭൂപേന്ദ്ര യാദവ്. അതുപോലെ വേറൊരു ന്യൂസ്, ടോപ്പ് US officials to come to India to discuss bilateral ties and quad dates. India and US is having some bilateral problems despite the gigantic progress we made in the relationship. There are some irritants like attempt to assassinate Pannun, അതിലെ ഇന്ത്യക്കാരനായ ഒരാളിനെ ദീപക് ഗുപ്ത അങ്ങനെ എന്തോ ഒരാളിനെ അവര് പിൻ പോയിന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ബയലാട്രൽ ഇറിറ്റൻസ് ആർ ദർ ആൻഡ് ഓൾസോ സം അതർ ഇഷ്യൂസ് ആർ ഓൾസോ ദർ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്രണ്ടായ ഷെയ്ഖ് ഹസീന അവരെ US ടാർഗറ്റ് ചെയ്യാണ്. US പറയുന്നത് അവിടുത്തെ ഇലക്ഷൻ വാസ് എ ഫാൾസ് ആൻഡ് ഷെയ്ഖ് ഹസീന വാസ് റിഗ്ഗിംഗ് ദ ഇലക്ഷൻ. ദാറ്റ്സ് വൈ ഷീ ഈസ് കമ്മിങ് ടു പവർ അഗെയിൻ ആൻഡ് അഗെയിൻ. But India is opposing that argument and India is wholeheartedly supporting India's good friend Sheikh Hasina. അപ്പം അവിടെയും ഓപ്പോസിറ്റ് പേജിലാണ് ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും US-ന്റെ ഇടയിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ത്യ ആൻഡ് US ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ US-ന്റെ ഒരു പരിധി കൂടുതൽ ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന ഈസ് എ കോമൺ ത്രെഡ് ഫോർ ബോത്ത് ദീസ് കൺട്രീസ്. അപ്പോൾ India's support is essential for US to counter China's growing influence in the Indo-Pacific region. അത് സൈസ് കൊണ്ടും പോപ്പുലേഷൻ കൊണ്ടും ഒക്കെ ഇന്ത്യയാണ് അതിന് അവരുടെ സ്യൂട്ടബിൾ പങ്കാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധി കൂടുതൽ ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അറിഞ്ഞ് തന്നെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസിയും നമ്മൾ കളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വാഡ് നമുക്കൊക്കെ അറിയാം. ക്വാഡ്രിലാറ്ററൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ജപ്പാൻ, ഇന്ത്യ, പിന്നെ ഓസ്ട്രേലിയ, US ഈ 4 പേര് ചേർന്നാണ് ക്വാഡ്. ക്വാഡിന്റെ സമ്മിറ്റ് ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിൽ വെച്ചാണ്. ഈ വർഷം ക്വാഡ് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ചാണ്. നാളെ ഇന്നുമായിട്ട് ക്വാഡ് സമ്മിറ്റ് നടത്താനാണ് ഇന്ത്യ ശ്രമിച്ചത്. എന്താ വെച്ചാൽ അതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ലായിരുന്നു. റിപ്പബ്ലിക് ഡേയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്വാഡ് രാജ്യങ്ങളുടെ ലീഡേഴ്സ് എല്ലാം, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ, US-ന്റെ പ്രസിഡന്റ്, അത് നടന്നില്ല. അപ്പോഴാണ് പിന്നെ നമ്മൾ US-ന്റെ പ്രസിഡന്റിനെ മാത്രം കൊണ്ടുവരാൻ നോക്കിയത്, അതും നടന്നില്ല. അപ്പൊ നമ്മൾ പിന്നീട് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ കൊണ്ടുവന്നു. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ക്വാഡിന്റെ മീറ്റിംഗ് ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോണു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ ഒരു ന്യൂസ് ഉണ്ട്. നമ്മള് ലെപ്രസി നമുക്കൊക്കെ അറിയാം, കുഷ്ഠം എന്ന് നമ്മൾ പറഞ്ഞ രോഗം ലെപ്രസിയെ ഒരു സബ് നാഷണൽ ലെവലിൽ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ആണ് 2027 എന്നാണ് നമ്മളുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യം. 2025 is the year to eradicate TB completely from India. That is the next year. 2025 is the year to eradicate TB, tuberculosis, completely from India. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിഞ്ഞൂടാ. Now it is 2024. Just one more year is remaining before us to eradicate TB, tuberculosis totally from India. But ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ പുതുതായിട്ട് TB പേഷ്യൻസ് ഉള്ളത് പ്രശ്നമല്ല. ഇറാഡിക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ TB റിപ്പോർട്ട് ചെയ്തിരുന്നാൽ മതി. പക്ഷേ 2024 ഇന്ത്യ വളരെ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫീൽഡിൽ. അങ്ങനെ ഒരു ടാർഗറ്റ് ഒക്കെ വച്ചതുകൊണ്ട്. പക്ഷെ സ്റ്റിൽ 25 അത് കംപ്ലീറ്റ്ലി അച്ചീവബിൾ ആണോ എന്ന് അറിയത്തില്ല. പിന്നീട് അതുപോലെയാണ് ലെപ്രസിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിനെ ഗ്രാജുവലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ നമുക്ക് അവിടെ ആ പേജിൽ തന്നെ വേറൊരു ന്യൂസ് കാണാം. ഇമാനുവൽ മാക്രോൺ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്, അദ്ദേഹമാണ് ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ഫോർ റിപ്പബ്ലിക് ഡേ. ആൻഡ് അദ്ദേഹം രാജസ്ഥാനും ആ കൂട്ടത്തിൽ വിസിറ്റ് ചെയ്യുന്നു. അവിടെ അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം ഒരു പ്രൊസഷനിൽ പങ്കെടുക്കും എന്നും ഒക്കെയാണ് ആ ന്യൂസ്. അതിന്റെ കൂടെ വൺ മോർ തിങ് യു ഷുഡ് റിമെമ്പർ. അതെന്താണെന്ന് വെച്ചാൽ ഇക്വലൻ ടു റിപ്പബ്ലിക് ഡേ ആണ് ഫ്രഞ്ച് നാഷണൽ ഡേ ആയ ബാസ്റ്റെയിൽ ഡേ. ഫ്രാൻസിന്റെ നാഷണൽ ഡേ ആണ് ബാസ്റ്റെയിൽ ഡേ. ബാസ്റ്റെയിൽ, BASTILLE, ബാസ്റ്റെയിൽ ഡേ. Bastille Day is on July 14. Bastille Day is on July 14. This year, during the Bastille Day, India's Prime Minister Narendra Modi was the chief guest. India's Prime Minister Narendra Modi was the chief guest at Bastille Day. That is the French National Day. അപ്പോൾ അതിന്റെ ഒരു റെസിപ്രൊക്കേഷൻ എന്നാണെങ്കിൽ പറയാം. പക്ഷെ അത് അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ബൈഡൻ വരാതെ ആയപ്പോൾ പകരം വിളിച്ചിട്ടും അദ്ദേഹം വന്നു. പക്ഷെ യഥാർത്ഥത്തിൽ മാക്രോണിനായിരുന്നു നമ്മൾ ആദ്യം ഇൻവൈറ്റ് ചെയ്യേണ്ടത്. കാര്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ അവര് ഈ വർഷം ബാസ്റ്റീൽ ഡേയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ PMI കുറിച്ചുള്ള ന്യൂസ് കാണാം. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് മെയിൻലി ഇന്ത്യയുടെ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ഭയങ്കരമായി കഴിഞ്ഞ 6 months ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ് കാണിച്ചത് ഈ ജാനുവരിയിൽ എന്നാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഒരു സർവേ അല്ലെങ്കിൽ അത് സിഗ്നൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പോ ജസ്റ്റ് PMI എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പിന്നെ സോണിയും സിയും തമ്മിലുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീലിൽ നിന്ന് സോണി വിത്ഡ്രോ ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. സോണി, സി, ഇത് ഇന്ത്യയിലെ 2 ബിഗ് മീഡിയ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അതില് ഇവർ രണ്ടുപേരുടെ മെർജ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. സോണി ഏതാണ്ട് 85,000 crores ടേക്ക് ഓവർ ചെയ്യാനായിരുന്നു തീരുമാനം. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് സോണി പിന്മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണിത്. അതല്ലെങ്കിൽ അവർ മെർജ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ വീണ്ടും വലിയൊരു മീഡിയ ഗ്രൂപ്പ് അവര് മാറിയായിരുന്നു. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജില് നൗറു റീസ്റ്റാർട്ട്സ് ടൈസ് വിത്ത് ചൈന ആഫ്റ്റർ സെവറിംഗ് റിലേഷൻസ് വിത്ത് തൈവാൻ എന്നൊരു ന്യൂസ് കാണാം. നൗറു ഇസ് എ സ്മോൾ ഐലൻഡ് നേഷൻ ഇൻ പസഫിക് ഓഷൻ. സ്മോൾ ഐലൻഡ് നേഷൻ ഇൻ പസഫിക് ഓഷൻ, അല്ലെങ്കിൽ ഒരു പസഫിക് ഐലൻഡ് നേഷൻ ആണ് നൗറു. Nauru was one among the handful of countries which were having a diplomatic relationship with Taiwan. 12-13 ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളൂ തൈവാനുമായിട്ട്. അതിലൊന്നായിരുന്നു നൗറു എന്ന് പറഞ്ഞത്. പക്ഷേ they also severed ties with Taiwan and they started diplomatic relationship with China instead. അപ്പൊ ചൈന കാശ് കൊടുത്ത് പ്രഷർ ചെയ്ത് ഇങ്ങനെ ചെയ്തത് ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവരുടെ ഫിനാൻഷ്യൽ ക്ലൗഡ് ഉപയോഗിച്ച് നൗറുവിനെ അവരിലേക്ക് കൊണ്ടുവന്നു. സോ തൈവാൻ ലോസ്റ്റ് അനദർ കൺട്രി. എന്ന് പറഞ്ഞ വളരെ കുറച്ച് കൺട്രീസ് മാത്രമേ തൈവാനുമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുള്ളായിരുന്നു. അതിലൊരു രാജ്യമായ നൗറു ഓൾസോ severed the ties with Taiwan. That is not good for them. Okay, അപ്പൊ അതാണ് വേറെ ന്യൂസ്. പിന്നെ ഹൂത്തീസ് ഫയർഡ് മിസൈൽ അറ്റ് 2 ships in Red Sea എന്നൊരു ന്യൂസ് കാണാം. അത് സ്ഥിരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഹൂത്തീസ് എന്ന് പറയുന്നത് ഇറാൻ ബാക്ക് ചെയ്യുന്ന ഷിയ മിലിഷ്യയാണ്. അവര് വെസ്റ്റേൺ കൺട്രീസിന്റെ ഷിപ്സിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ ചിലപ്പോൾ ഒരു മന്ത് ലോങ് സീസ് ഫയർ, 1 മാസത്തേക്ക് ഒരു സീസ് ഫയർ ഉണ്ടായേക്കുന്നു. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ന്യൂസ് ഇവിടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ടർക്കിയുടെ പുതിയ പേര് ടർക്കിയെ എന്നാണ്. അവര് സ്വീഡന് നാറ്റോയിലേക്ക് എടുക്കാൻ എഗ്രി ചെയ്തു. എഗ്രി ചെയ്തെന്ന് പറയാൻ കാര്യം, നാറ്റോയിൽ ഒരു 10-32 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എ ന്യൂ മെമ്പർ ക്യാൻ ജോയിൻ ആഫ്റ്റർ ഗെറ്റിംഗ് പെർമിഷൻ ഫ്രം ഓൾ ദ മെമ്പർ കൺട്രീസ്. ദാറ്റ് ഈസ് NATO is giving admission to new members only on consensus basis. കൺസെൻസസ് ബേസിലാണ്. അപ്പോൾ ഒരു രാജ്യം എതിർത്താൽ തീർന്നു, ബാക്കി എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ
Actually, Turkey was opposing Sweden's entry into NATO, North Atlantic Treaty Organization. പക്ഷേ ഇപ്പോൾ അവർ ആ opposition മാറ്റി. So Sweden will become the 32nd or 33rd member of NATO. എനിക്ക് തോന്നുന്നു 33rd ആയിരിക്കും, അല്ല 32nd member of NATO. ഈ ഇടയ്ക്ക് വേറൊരു രാജ്യം, നോർവേ അല്ല, ഫിൻലാൻഡ് റീസെന്റ് ആയിട്ട് 2023 അവസാനം ഫിൻലാൻഡ് ജോയിൻ ചെയ്തിരുന്നു നാറ്റോയിൽ. അപ്പൊ ഫിൻലാൻഡിന് ശേഷം സ്വീഡനും നാറ്റോയിലേക്ക് വരികയാണ്. നാറ്റോ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബെൽജിയം, ക്യാപിറ്റൽ ഓഫ് ബ്രസൽസ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ്, ഞാൻ ആദ്യം തിരിഞ്ഞുപോയി. ബെൽജിയം ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബ്രസൽസ്, ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം എന്നാണ് പറയേണ്ടത്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. അപ്പൊ അത്രയാണ് അവിടെ പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അത് ബിസിനസ് പേജ് ആണ്. ബിസിനസ് പേജ് അല്ല, സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജിൽ ആദ്യത്തെ ന്യൂസ് നമുക്ക് എല്ലാം ആവശ്യമുള്ളതാണ്. ബൊപ്പണ്ണ ഓൾ സെറ്റ് ടു ബിക്കം നമ്പർ 1, ദ ഓൾഡസ്റ്റ് എമംഗ് മെൻസ് ഡബിൾസ് പ്ലേയേഴ്സ് ടു ഡു സോ. 43 വയസ്സുള്ള രോഹൻ ബൊപ്പണ്ണ ഡബിൾസ് ടെന്നീസിലെ വേൾഡ് നമ്പർ 1 പ്ലെയറായി മാറുന്നു. 43 വയസ്സാണ് രോഹൻ ബൊപ്പണ്ണയ്ക്ക്. അപ്പൊ ലോകത്തിലെ ഹിസ്റ്ററിയിൽ വേൾഡ് നമ്പർ 1 പ്ലെയറായി മാറുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് പ്ലെയർ ആയിട്ട് രോഹൻ ബൊപ്പണ്ണ മാറുകയാണ്. അപ്പൊ രോഹൻ ബൊപ്പണ്ണ ഈസ് ഗോയിങ് ടു ബിക്കം ദ വേൾഡ്സ് നമ്പർ 1 പ്ലെയർ ഇൻ മെൻസ് ഡബിൾസ്. അത് ഒരു ന്യൂസ് ആണ്. ഇതുപോലെ വേറൊരു ഇന്ത്യക്കാരും വേൾഡ് നമ്പർ 1 ആയിട്ട് ഇന്നലെ മാറി. അപ്പൊ ഇന്നലെ ഇന്ത്യക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു സ്പോർട്സില്. ടെന്നീസില് രോഹൻ ബൊപ്പണ്ണ ഡബിൾസിലാണ്, സിംഗിൾസിൽ നൊവാക് ഡോക്കോവിച്ച് ആണ്. ഡബിൾസില് വേൾഡ് നമ്പർ 1 ആയി മാറുന്നു ഇന്നാകുമ്പോഴത്തേക്ക്. അതുപോലെ ബാഡ്മിന്റണിലെ വേൾഡ് നമ്പർ 2 പെയറായിരുന്ന സ്വാതിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്നലെ വേൾഡ് നമ്പർ 1 ആയിട്ട് മാറി. അപ്പൊ ബാഡ്മിന്റണിൽ നമുക്കൊരു വേൾഡ് നമ്പർ 1 പെയറിനെ കിട്ടി, ടെന്നീസിൽ ഒരു വേൾഡ് നമ്പർ 1 കിട്ടി. അപ്പൊ ഇതാണ് അതിൽ പറയാനുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് സ്പോർട്സിൽ. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ICCയുടെ T20 പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് സൂര്യകുമാർ യാദവിനെ സെലക്ട് ചെയ്തു. ഇന്ത്യയുടെ T20 പ്ലെയറായ സൂര്യകുമാർ യാദവിന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ കഴിഞ്ഞ വർഷത്തെ T20 പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട്, ഇന്റർനാഷണൽ ആണ്, ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച T20 പ്ലെയർ ആയിട്ട് സൂര്യകുമാർ യാദവിനെ ICC തെരഞ്ഞെടുത്തു. ഇത്രയാണ് നമ്മളുടെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്നത്തെ. നമ്മൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 ദിവസത്തെ പത്രം പെൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പത്രം ഡിസ്കസ് ചെയ്ത് നടത്തുന്നത്. അപ്പൊ ആ പെൻഡിങ് ന്യൂസ് പേപ്പർ എപ്പോഴും ടൈം കിട്ടിയാൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളെ റിപ്പബ്ലിക് ഡേ ആണ്. നാളെ നമുക്ക് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് നാളെ ഡിസ്കഷൻ പറ്റില്ല. ഡേ ആഫ്റ്റർ ടുമോറോ ഈ നാളത്തെ പത്രം പ്ലസ് അടുത്ത ദിവസത്തെ പത്രം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.